വൈകുന്നേരം ആയപ്പോൾ വീഡിയോ എടുക്കണ്ടെന്നൊക്കെ വിചാരിച്ചതാണ് കേട്ടോ. പിന്നെയും ഞാൻ വിചാരിച്ചു പറ്റുന്ന സമയമൊക്കെ അങ്ങ് വീഡിയോ എടുത്തേക്കാന്നേ. ഹോളിൽ അത്യാവശ്യം നല്ല അഴുക്കുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ ഞാൻ തുടച്ചിട്ടില്ല, അതെൻ്റെതാണ് ഈ ഹോളിൽ ഇങ്ങനെ കാണുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തുടയ്ക്കുകയാണ്. എനിക്ക് നല്ല തലവേദനയുണ്ട്, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ചെയ്യേണ്ട ജോലി ചെയ്തല്ലേ പറ്റുള്ളൂ. അങ്ങനെ തറയൊക്കെ തുടച്ചതിന് ശേഷം പെട്ടെന്ന് പോയി എൻ്റെ തുണിയൊക്കെ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഇന്നലെ മഴക്കോള് കാരണം തുണിയൊന്നും ഉണങ്ങി കിട്ടിയില്ലായിരുന്നു. ഇന്ന് നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തുണിയൊക്കെ ഉണക്കാനിട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ പോയൊന്ന് കുളിച്ചു. സാധാരണഗതിയിൽ വൈകുന്നേരത്തുള്ള കുളി എനിക്ക് പതിവില്ല കേട്ടോ. കാര്യം അജു രാത്രിയായിരിക്കുമല്ലോ വരുന്നത്, രാത്രിയാണ് ഞാൻ കുളിക്കാറുള്ളത്. ഇന്ന് കുറച്ച് നേരത്തെ കുളിച്ചിട്ട് ഈവനിങ് വോക്കൊക്കെ ക്യാൻസൽ ചെയ്ത് ഞാനും മേസനും കൂടെ കുറച്ച് നേരം ഇരിക്കുകയാണ് കേട്ടോ. പുറത്തിരുന്നപ്പോഴത്തേക്ക് അജു ഒരു കവർ ചാളയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. 2 ദിവസമായി ഇതിലേക്കൂടെ മീൻകാർ വല്ലതും പോയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ മീൻ പുറത്തുനിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. അത് ചൂരയും അയിലയും മാത്രമേ ഉള്ളൂ. ചൂരയും അയിലയും എന്തോ പഴയ പോലെ ടേസ്റ്റൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ചാളയാണ് ഇന്ന് മേടിച്ചേക്കുന്നത്. കൈയോടെ തന്നെ ഞാൻ മൊത്തം വൃത്തിയാക്കി വെക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഏസൻ നാളെ എന്നെ ഇത് കട്ട് ചെയ്യാൻ സമ്മതിക്കത്തില്ല. മീനിന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ, നല്ല രീതിയിലുള്ള സ്മെല്ലായതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. കുറേ വെള്ളത്തിൽ കൈ കഴുകിയാൽ മാത്രമേ പോകത്തുള്ളൂ. ഞാൻ ഭയങ്കര പ്രോ ഒന്നുമല്ല മീൻ കട്ട് ചെയ്യാൻ. എൻ്റെ ഒരു വശത്തിന് ആണ് കേട്ടോ ഞാൻ ഫിഷ് കട്ട് ചെയ്യുന്നത്. അങ്ങനെ കൈയോടെ തന്നെ ചാളയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ രാത്രി കുക്കിങ്ങിനൊന്നും ഞാൻ പിന്നെ നിന്നില്ല. ഏകദേശം ഒരു അരമണിക്കൂർ അടുപ്പിച്ചെടുത്തു കേട്ടോ ഞാനത് കട്ട് ചെയ്ത് തീർക്കാനായിട്ട്. കാര്യം എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഈ മീനൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെയെല്ലാം ക്ലീൻ ചെയ്ത് വന്നപ്പോഴേക്കും അജു രാത്രിത്തേക്കുള്ള ഫുഡും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ചിലവുള്ളൊരു സാധനം മീനല്ല, മുട്ടയാണ് കേട്ടോ. മുട്ട എത്ര മേടിച്ചാലും തികയാത്തൊരു സാധനമായിട്ട് മാറിയിട്ടുണ്ട്. അത് മാത്രമല്ല, മുട്ട ഭയങ്കര ഹെൽത്തി ആണല്ലോ. നമ്മൾ ഇവിടെ ഒരു അടുത്തുള്ളൊരു കടയിൽ നിന്നാണ് കേട്ടോ മുട്ട മേടിക്കുന്നത്. 100 രൂപയ്ക്ക് 16 മുട്ടയാണ് അവിടെ കിട്ടുന്നത്. ഭയങ്കര ലാഭമായിട്ട് ഞങ്ങൾക്ക് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ മുട്ട മേടിക്കുന്നത്. വല്ലപ്പോഴുമൊക്കെ നാടൻ മുട്ടയും മേടിക്കാറുണ്ട്. പക്ഷേ നാടൻ മുട്ടയ്ക്ക് ഒറിജിനലാണോ നാടൻ മുട്ട ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നൊന്നും അറിയാൻ വയ്യാത്തത് കൊണ്ട് തന്നെ വിശ്വസിച്ച് മേടിക്കാൻ പറ്റത്തില്ല കേട്ടോ. അങ്ങനെ മുട്ടയൊക്കെ ഞാൻ കൈയോടെടുത്ത് ഫ്രിഡ്ജിലോട്ട് വെക്കുന്നുണ്ട്. രാത്രിത്തെ ഡിന്നറിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓൾ ടൈം ഫേവറേറ്റ് ആയുള്ള പൊറോട്ടയും ബീഫുമാണ് കേട്ടോ. എനിക്ക് 4 പൊറോട്ടയും അജുവിന് 2 പൊറോട്ടയാണ് കേട്ടോ മേടിച്ചത്. പക്ഷേ പൊറോട്ടയുടെ വലിപ്പം കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഭയങ്കര ചെറുതായി പോയെന്ന്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്താണ് കേട്ടോ കഴിച്ചത്. എന്തായാലും ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ ഡിന്നറൊക്കെ കഴിക്കട്ടെ. തലവേദന കാരണം നാളെ വീഡിയോ എടുക്കാൻ പറ്റുമോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല. വീഡിയോ എടുക്കാൻ പറ്റിയ വീഡിയോ ആയിട്ട് വരാം കേട്ടോ.